ലോക സിനിമയിലെ വിസ്മയമാണ് കമൽഹാസൻ. അതുകൊണ്ടാണ് ആരാധകർ അദ്ദേഹത്തെ ഉലകനായകൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെ വെല്ലാൻ മറ്റൊരു താരമില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ശക്തമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കമൽഹാസനോളം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടില്ല. ഒരു കാലത്ത് തമിഴ് സിനിമയിലെ ഏറ്റവും വില കൂടിയ താരമായിരുന്നു കമൽഹാസൻ. രജനീകാന്തിനോടൊപ്പം വില കൂടിയ താരം. ഉലകനായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് തമിഴർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. വിക്രം എന്ന ചിത്രം വലിയ വിജയമായിരുന്നു. വിക്രം എന്ന ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ പിന്തുടർച്ച, അല്ലെങ്കിൽ അത് നൽകിയ വിജയത്തിൻ്റെ പിന്തുടർച്ച നിലനിർത്താൻ ഉലകനായകനായ കമൽഹാസന് കഴിഞ്ഞില്ല. കോടികൾ മുതൽ മുടക്കിയെടുത്ത ഇന്ത്യൻ 2 വലിയ പരാജയമായി മാറി. സംവിധായകൻ ശങ്കറിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയം. ഇപ്പോഴിതാ മണിരത്നവുമായി ഒരുമിച്ച തഗ് ലൈഫ്, മണിരത്നവും കമൽഹാസനും ഒരുമിച്ച തഗ് ലൈഫ് വലിയ പരാജയമായി മാറിയിരിക്കുന്നു. അധോലോക കഥയാണ് പ്രമേയം. പക്ഷേ ഈ കഥ 80കളിൽ പറയേണ്ടതായിരുന്നു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിച്ചാൽ പ്രേക്ഷകർ സ്വീകരിക്കില്ല എന്ന് അതിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ കമൽഹാസനെങ്കിലും അറിയണമായിരുന്നു. കമൽഹാസൻ്റെ രാജ് കമൽ ഫിലിംസാണ് തഗ് ലൈഫ് നിർമ്മിച്ചത്. രാജ് കമൽ ഫിലിംസും കൂടി ചേർന്നാണ് തഗ് ലൈഫ് നിർമ്മിച്ചത്. പക്ഷേ പടം 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. ഇത്രയും അറുബോറൻ സിനിമയിൽ കമൽഹാസൻ എന്തിന് തലവെച്ച് കൊടുത്തു? ഇത്രയും അറുബോറൻ സിനിമ മണിരത്നം എന്തിന് ഒരുക്കി? ഇതൊക്കെ വലിയൊരു ചോദ്യമായി മാറിയിരിക്കുന്നു. തഗ് ലൈഫ് 8 നിലയിൽ പൊട്ടിയതോടെ ഉലകനായകൻ ഉണക്കനായകനായി മാറി. അത്ര ഗതികേടായി അദ്ദേഹത്തിന്. ശക്തിവേൽ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത്. 80കളിലൊക്കെ കമൽഹാസൻ അഭിനയിച്ച് കളഞ്ഞ കഥാപാത്രം ആണ് ഇതിലെയും കഥാപാത്രം. ആകെ ആശ്വാസമുള്ളത് ചിലംബരശൻ്റെ പ്രകടനമാണ്. പിന്നെ നമ്മുടെ മലയാളി നടൻ ജോജുവിൻ്റെ പ്രകടനവും. അത് മാറ്റി നിർത്തിയാൽ തഗ് ലൈഫ് സമ്പൂർണ്ണ കത്തി ചിത്രമാണ്. പ്രേക്ഷകരുടെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന ചിത്രമാണ്. അറുബോറൻ ചിത്രം. ഇത്തരമൊരു ചിത്രത്തിൽ കമൽഹാസൻ അഭിനയിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കി. ഇങ്ങനെയൊരു ചിത്രം മണിരത്നം എടുത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കി. മണിരത്നവും കമൽഹാസനും ഒരുമിച്ച നായകൻ വലിയ ഹിറ്റായ ചിത്രമായിരുന്നു. അതിലൂടെ കമൽഹാസന് ദേശീയ അവാർഡ് കിട്ടി. അധോലോക നേതാവായ വരദരാജ മുതലയാറുടെ ജീവിതമാണ് നായകനിലൂടെ മണിരത്നം അവതരിപ്പിച്ചത്. ആ നായകനിലെ കമൽഹാസൻ്റെ പെർഫോമൻസൊക്കെ ഇപ്പോഴും പ്രേക്ഷകർ അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഇപ്പോഴും നായകനിലെ ആ പെർഫോമൻസ്. പക്ഷേ തഗ് ലൈഫിൽ എത്തുമ്പോൾ കമൽഹാസൻ്റെ പ്രായം അദ്ദേഹത്തിന് വിഘാതമായി മാറിയിരിക്കുന്നു. 70 കഴിഞ്ഞ കമൽഹാസന് ശക്തമായ ഒരു വേഷം സ്വീകരിക്കാൻ ഇനി കഴിയില്ല എന്നൊരു പ്രതീതിയാണ് തഗ് ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ 2ഉം ഒരുപാട് പ്രതീക്ഷയോടെ വന്ന ചിത്രമാണ്. വിക്രം കമൽഹാസൻ്റെ തിരിച്ചുവരവായിരുന്നു. ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു വിക്രത്തിലൂടെ കമൽഹാസൻ നടത്തിയത്. പക്ഷേ ഇന്ത്യൻ 2ലെത്തിയപ്പോൾ പടം പൊട്ടി. തഗ് ലൈഫിൽ എത്തിയപ്പോൾ ഉലകനായകൻ ഉണക്കനായകനായി മാറി. മണിരത്നം എന്ന സംവിധായകൻ്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി തഗ് ലൈഫ് മാറി. അധോലോക കഥകൾ ഇപ്പോഴും ഇറങ്ങാറുണ്ട്. മലയാളത്തിലും തമിഴിലും ബോളിവുഡിലും ഒക്കെ, തെലുങ്കിലും ഉണ്ട് അധോലോക കഥകൾ. ഭീഷ്മപർവം, മലയാളത്തിൽ ഇറങ്ങിയ ഭീഷ്മപർവം വളരെ മികച്ച ഒരു അധോലോക കഥയാണ്. പക്ഷേ മണിരത്നം ഒരു അധോലോക കഥ ഒരുക്കുമ്പോൾ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. നായകനെ കവച്ചു വയ്ക്കുന്ന ഒരു സിനിമ, ഇതൊക്കെയായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പ്രേക്ഷകരുടെ പ്രതീക്ഷ തകർന്ന് തരിപ്പണമായി. പടം ഒന്ന് തീരാൻ വേണ്ടി അസഹിഷ്ണുതയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകർ. അതാണ് തഗ് ലൈഫിൻ്റെ തകർച്ചയ്ക്ക് കാരണം. അവർക്ക് മതിയായി. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി സിനിമ എന്ന രീതിയിലാണ് അവർ സിനിമ കാണാൻ ഇരുന്നത്. എന്തായാലും 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു തഗ് ലൈഫ്. ചിലംബരശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. അത് ചിലംബരശന് ഒരു വലിയ മൈലേജായി മാറി.
ചിലംബരശന് പകരം ദുൽഖർ സൽമാനായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ ദുൽഖറിന്റെ ഡേറ്റ് ക്ലാഷായി. അങ്ങനെയാണ് ചിലംബരശൻ വന്നതെന്ന് പറയപ്പെടുന്നു. ദുൽഖറിനോട് തലവെച്ച് കൊടുക്കാത്തത് ഭാഗ്യമെന്ന് മാത്രമേ പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളൂ. കമൽഹാസൻ നല്ല നടനാണ്. അഭിമാനപൂർവ്വം നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഇന്ത്യൻ നടനാണ് കമൽഹാസൻ. അദ്ദേഹത്തെ വെല്ലാൻ മറ്റൊരു നടനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ പാളിപ്പോകുന്നു. പ്രായം കൂടുന്തോറും തിരഞ്ഞെടുപ്പ് പാളിപ്പോകുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഈ തഗ് ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. കമൽഹാസൻ കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. അദ്ദേഹം ഓരോ പടങ്ങളും തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഓരോ പടങ്ങളും അദ്ദേഹം തിരഞ്ഞെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നു. വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് പിന്നിൽ പോകാതെ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളെടുത്ത് വിജയിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ രീതി കമൽഹാസന് അനുകരിക്കാവുന്നതാണ്. അല്ലാതെ ബിഗ് ബഡ്ജറ്റ് ചിത്രവും എടുത്തു വെച്ച് ആ പടം അറുബോറായി മാറുമ്പോൾ നഷ്ടം വരുന്നത് കമൽഹാസനും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാജ് കമൽ ഫിലിംസും കൂടി ചേർന്നാണ് ഈ തഗ് ലൈഫ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും മണിരത്നത്തിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ ചിത്രം. ഉലകനായകന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ചിത്രം. ഉലകനായകൻ ഉണക്കനായകനായി മാറുന്ന ദയനീയമായ കാഴ്ചയാണ് തഗ് ലൈഫിൽ കാണുന്നത്. തഗ് ലൈഫിൽ പ്രേക്ഷകർ പല സന്ദർഭങ്ങളിലും പ്രേക്ഷകർ കൂവുന്ന ഒരു പ്രവണതയും ഉണ്ടായിരിക്കുന്നു. സാധാരണ ഇപ്പോൾ പ്രേക്ഷകർ കൂവാറില്ല സിനിമ തിയേറ്ററുകളിലിരുന്ന്. കാരണം സിനിമ തിയേറ്ററുകളുടെ പാരമ്പര്യമൊക്കെ മാറി. പക്ഷേ തഗ് ലൈഫിൽ എത്തുമ്പോൾ പ്രേക്ഷകർ കൂവി വെളുപ്പിക്കുന്നു കമൽഹാസനെ. ശക്തിവേൽ എന്ന കഥാപാത്രം കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം അദ്ദേഹം ചെയ്ത കഥാപാത്രം തന്നെയാണ്. നായകൻ എന്ന ചിത്രത്തിൽ കമൽഹാസൻ അവതരിപ്പിച്ച അധോലോക നായകൻ എന്തുമാത്രം ആവേശമാണ് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാക്കിയത്. വിവിധ ഭാഷകളിൽ അത് ഡബ്ബ് ചെയ്ത് പ്രദർശിപ്പിച്ചപ്പോൾ വലിയ വിജയമാണ് നേടിയത്. ബോളിവുഡിലും വലിയ വിജയമാണ് നേടിയത്. അഞ്ജലിയും റോജയും ഈ പറയുന്ന നായകനും ഒക്കെ ഒരുക്കിയ രാവണനും ഒക്കെ ഒരുക്കിയ മണിരത്നത്തിൻ്റെ കരിയറും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വെച്ച് കെട്ടേണ്ട സമയമായി മണിരത്നത്തിനും കമൽഹാസനും എന്നത് തഗ് ലൈഫ് വിളിച്ചു പറയുന്നു. ചിലംബരശൻ മാത്രമാണ് ആശ്വാസം, പിന്നെ ജോജുവും. ഒരു കഥയുമില്ല. ഇത്രയും സിനിമയിൽ അഭിനയിച്ച കമൽഹാസന് കഥയില്ലായ്മ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ഇതിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തിരക്കഥ എഴുതിയ ചിത്രം 8 നിലയിൽ പൊട്ടുമ്പോൾ കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുകയാണ്. മണിരത്നത്തെ സംബന്ധിച്ചിടത്തോളവും അതുതന്നെ. നായകന് ശേഷം മണിരത്നവും കമൽഹാസനും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരുമിച്ച ചിത്രമാണ് തഗ് ലൈഫ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരുവരും ഒരുമിക്കുമ്പോൾ കമൽഹാസൻ്റെ ആരാധകർ ആവേശ കൊടുമുടിയിലായിരുന്നു. പക്ഷേ ആ ആരാധകർക്ക് നിരാശയായി തഗ് ലൈഫ് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ദയനീയമായ പരാജയം.